ശ്രീകൃഷ്ണകുമാർ, ഇപ്പോൾ ഹേമ കമ്മിറ്റിയിൽ 52 പേർ മൊഴി നൽകിയിട്ടുണ്ട്. ആ മൊഴിയിൽ പറഞ്ഞ പല കാര്യങ്ങളും പുറത്തു വന്നു കഴിഞ്ഞു. ചില പേജുകൾ മാത്രം അത് സ്വകാര്യത മാനിച്ചുകൊണ്ട് പുറത്തു വിടുന്നില്ല എന്നുള്ളതാണ് തീരുമാനം. അപ്പോൾ അതടക്കമുള്ള റിപ്പോർട്ട് ഇപ്പോൾ കോടതി ഗൗരവത്തോടുകൂടി വിളിപ്പിച്ചിട്ടുമുണ്ട്. സീൽ വെച്ച കവറിൽ ആ റിപ്പോർട്ട് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ താങ്കൾ ഒരു വീഡിയോ പുറത്തിറക്കുകയുണ്ടായി. വീട്ടിൽ നിന്ന് താങ്കൾ ചെയ്യുന്ന സാധാരണഗതിയിൽ ചെയ്യുന്ന ഒരു വീഡിയോയിൽ അതിലെ പരാതികളെ പരിഹസിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണം അതിൽ കണ്ടു. എന്താണ് താങ്കൾ ഉദ്ദേശിച്ചത്? അല്ല, പരാതികളെ ഒരിക്കലും പരിഹസിക്കുന്നില്ല. ഇതിനകത്തെ പരിഹാസമാവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വളരെ നല്ലൊരു റിപ്പോർട്ടാണ്. ഞാൻ പല പ്രാവശ്യം ഇതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞു, പല ചാനലിലും സംസാരിച്ചു, റിപ്പോർട്ടിലും സംസാരിച്ചു. ഇത്രയും നല്ല രീതിയിൽ ഏറ്റവും താഴെത്തട്ടിൽ പോയി എല്ലാവരുമായി സംസാരിച്ച് ഇത്രയും നല്ല റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ 4.5 വർഷം പൂഴ്ത്തി വെച്ചിരിക്കുന്നു. ഞാൻ പലപ്പോഴും ആവർത്തന വിരസത ഉണ്ടാവും, എങ്കിലും പറയുകയാണ്. കാരണം ഇത്രയും കാലം എത്രയെത്ര റിപ്പോർട്ടുകൾ നമ്മളെല്ലാവരും കണ്ടിരിക്കുന്നു. ഒരു റിപ്പോർട്ടിൻ്റെ പുറത്തും ഒരു നടപടി ഉണ്ടാവില്ല. ഇങ്ങനെ നടപടി ഉണ്ടാവാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഇതൊരു തമാശ മാത്രമായി വരും. ഇതൊരു പ്രഹസനമാക്കി മാറ്റുകയാണ്. ഇപ്പം തന്നെ ഇവിടെ ഒരു പ്രശസ്ത സംവിധായകനെതിരെ ശ്രീ രഞ്ജിത്ത് എന്ന വ്യക്തിയുടെ പേര് വരെ പുറത്തു വന്നിരിക്കുന്നു. സാധാരണ ഒരു ആരോപണമല്ല, തെളിവ് സഹിതം അവർ പറഞ്ഞിരിക്കുന്നു. എന്നിട്ടും അദ്ദേഹം സ്വയം ധാർമ്മികത വെച്ച് രാജിവെക്കുന്നില്ല, സർക്കാർ രാജിവെക്കാൻ പറയുന്നില്ല. ശരി, ഞാനൊന്ന് ഇടപെട്ടോട്ടെ ശ്രീകൃഷ്ണകുമാർജി. താങ്കൾക്ക് ഈ കാര്യത്തിൽ പ്രതികരിക്കാം. പക്ഷേ എനിക്ക് താങ്കൾ നേരത്തെ പുറത്തുവിട്ട വീഡിയോ, താങ്കൾ മകൾക്കൊപ്പമാണല്ലോ വീഡിയോ പുറത്തുവിട്ടത്, അത് തെറ്റായി പോയി എന്നൊരു തോന്നലുണ്ടെങ്കിൽ അതിൽ ഇപ്പോൾ താങ്കൾക്ക് ഖേദം പ്രകടിപ്പിക്കാം. കാരണം അതിൽ പറയുന്ന ഓരോ പരാതിയും ഓരോ അനുഭവമാണ്, ഓരോ വരിയും ഓരോ അനുഭവമാണ്. അത് എത്രത്തോളം ജാഗ്രതയോടു കൂടിയാണ് ഹേമ കമ്മിറ്റി തയ്യാറാക്കിയിരിക്കുന്നത്. പറയാൻ മടിച്ച് പേടിച്ചിരുന്ന ആളുകളെ ഓരോരുത്തരെയായി വിളിപ്പിച്ച് രഹസ്യമായി അവരിൽ നിന്നും കാര്യങ്ങൾ എഴുതിയെടുത്തുകൊണ്ടാണ് ആ രേഖ തയ്യാറാക്കിയത്. അപ്പോൾ അതിൽ അവരുടെ കണ്ണീരുണ്ട്, വേദനയുണ്ട്, ജോലി നഷ്ടപ്പെട്ടവരുണ്ട്, ജോലി നഷ്ടപ്പെട്ടാലും ഒത്തുതീർപ്പിന് തയ്യാറല്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയവരുണ്ട്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. അങ്ങനെ വാതിൽ മുട്ടുകേട്ടിട്ട് ഭയന്നിട്ടുണ്ട്, രാത്രി ഉറങ്ങാൻ പറ്റിയിട്ടില്ല എന്ന് കരഞ്ഞു പറഞ്ഞ മൊഴികളെ താങ്കൾ പരിഹസിച്ചത് എന്തുകൊണ്ടാണ് ശ്രീകൃഷ്ണകുമാർ? അതിൽ താങ്കൾക്ക് ഖേദമുണ്ടെങ്കിൽ ഈ ഘട്ടത്തിൽ പറയാം. അല്ല, തീർച്ചയായിട്ടും അങ്ങനെ ആരെങ്കിലും വേദനിപ്പിക്കുകയോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് അത് തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഖേദം പ്രകടിപ്പിക്കാൻ ഒരു മടിയുമില്ല. അങ്ങനെ ആർക്കെങ്കിലും വേണ്ടി എൻ്റെ ഭാഗത്ത് ഞാൻ തന്നെ പറയും, നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. കാരണം അതിലെന്താ? കാരണം നമ്മൾ പറയുന്നതെല്ലാം ശരിയാണെന്നും അത് എനിക്ക് ഒരിക്കലും തെറ്റുപറ്റാറില്ലെന്നും ഞാൻ പറയാറില്ല. അങ്ങനെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തിപരമായിട്ട് വേണമെങ്കിൽ എനിക്ക് ക്ഷമ ചോദിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അതിൽ ഈ വിഷയത്തിൽ അവർക്കൊപ്പം നിൽക്കുന്ന എല്ലാവർക്കും അത് വേദനയുണ്ടാക്കിയ കാര്യമാണ്. താങ്കൾ ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് വർഷങ്ങളോളം ഉണ്ടായിരുന്ന ആണ്. അതുമാത്രമല്ല, താങ്കളുടെ മകളും സിനിമാ മേഖലയിലുള്ളതാണ്. അപ്പോൾ ആ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന വിഷയത്തെ താങ്കൾ പരിഹസിച്ചു എന്നുള്ള സംശയമാണ് ഉയർന്നിട്ടുള്ളത്. അത് തെറ്റായിപ്പോയെങ്കിൽ താങ്കൾ ഇപ്പോൾ റിപ്പോർട്ടിലൂടെ താങ്കൾക്ക് ഖേദം പ്രകടിപ്പിക്കാം. അതാണ് ഞാനിപ്പോൾ പറഞ്ഞെന്തെന്നറിയോ? ആർക്ക് വേദന ഉണ്ടെങ്കിലും ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റാണെന്ന് അവർക്ക് തോന്നിയിട്ട് ഞാൻ ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നു. ആർക്കെങ്കിലും വേദന ഉണ്ടെങ്കിൽ ഞാൻ അവരോട് ക്ഷമ ചോദിക്കുകയാണ്. കാരണം വെച്ചാൽ ഞാൻ ആരെയും വേദനിപ്പിക്കാനല്ല. ഇപ്പം ഇതിനകത്ത് തന്നെ ഞാൻ പറഞ്ഞു തരാം. അതായത് വീണ്ടും ഞാൻ പറയുന്നത് ഇതൊരു പരിഹാസമായി മാറും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റിപ്പോർട്ട് പ്രകാരം പറയൂ. കേൾക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞോളൂ. അതിനിടയ്ക്ക് ഒരു ശബ്ദം കയറി വന്നാൽ പറഞ്ഞോളൂ. അവിടെ നിന്ന് ഇങ്ങോട്ട് പറയുന്നത് കേൾക്കുന്നില്ല. പറഞ്ഞോളൂ, എനിക്ക് കേൾക്കാം. അതായത് ഞാൻ പറഞ്ഞില്ലേ, ആർക്കെങ്കിലും ഇതിനകത്ത് വ്യക്തിപരമായി അല്ലെങ്കിൽ സംഘടനയ്ക്കോ ആർക്കെങ്കിലും ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കാൻ തയ്യാറാണ്. ഇപ്പോഴും ഞാൻ പറയും, ഞാൻ എന്താ ക്ഷമ ചോദിച്ചിരിക്കുന്നു. കാരണം നമ്മൾ പറയുന്നതെല്ലാം ശരിയാവണമെന്നില്ല. ചിലപ്പോൾ തെറ്റാവും, ചിലപ്പോൾ ശരിയാവണമെന്ന് വിചാരിച്ചാണ് പറയുന്നത്. പക്ഷേ ഒരു കാര്യം കൂടി പറയാം. ഇവിടെ ഇതേ സർക്കാർ തന്നെയാണ് നവോത്ഥാനം, മതിൽ കെട്ടുക എന്നൊക്കെ പറഞ്ഞ് സ്ത്രീകളുടെ സുരക്ഷ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇത്രയും വ്യക്തമായി ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ട് വന്നിട്ട് 4.5 വർഷത്തോളം അത് പൂഴ്ത്തി വെച്ചിരിക്കുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന പേരുകളെല്ലാം ഈ രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടനകളുമായി ബന്ധപ്പെട്ടവരാണ്. ഞാൻ പറയും, ഇതിനകത്ത് രാഷ്ട്രീയം കലർത്തുകയല്ല. ഏത് പാർട്ടിയുടെ ആൾക്കാരുണ്ടെങ്കിലും എത്ര ഉന്നതനാണെങ്കിലും നടപടിയെടുത്ത് ശിക്ഷ കൊടുത്തില്ലെങ്കിൽ എന്താണ് പറ്റാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമാ മേഖല അല്ലെങ്കിൽ രാഷ്ട്രീയം അല്ലെങ്കിൽ സ്പോർട്സ്, ഈ മേഖലകളിലൊന്നും പ്രത്യേകിച്ചൊരു ഡിഗ്രിയോ വിദ്യാഭ്യാസ യോഗ്യത വെച്ചല്ല അങ്ങ് ആൾക്കാർ വരികയാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾക്ക്, അതായത് പച്ചയ്ക്ക് പറഞ്ഞാൽ മയക്കുമരുന്നും മറ്റുമൊക്കെ കലക്കി കൊടുത്ത് പീഡിപ്പിക്കുന്ന സംഭവങ്ങൾ ഇവരുടെ ഉണ്ട്. എല്ലാ സെറ്റിലും നടക്കുന്നു, എല്ലാവരും അങ്ങനെ ആണെന്നല്ല പറഞ്ഞ്. പക്ഷെ ഇത്തരം ആൾക്കാർ എല്ലാ തൊഴിലിടങ്ങളിലും എന്തെങ്കിലും രീതിയിൽ ഇവരെ നിയന്ത്രിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുത്ത് ശിക്ഷ കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഇത്തരം പ്രവർത്തികൾ കൂടുക തന്നെ ചെയ്യും. ഇത്തരം ഈ കമ്മിറ്റി റിപ്പോർട്ടുകളെല്ലാം ഒരു പ്രഹസനമായി മാറിപ്പോകും. ശ്രീകൃഷ്ണകുമാർ, ഇപ്പോൾ AMMA സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ജനറൽ സെക്രട്ടറിക്കെതിരെ
ബലാത്സംഗ പരാതിയുമായിട്ടാണ് ഒരു നടി വന്നിരിക്കുന്നത്. അത് തനിക്കിപ്പോഴുള്ള അനുഭവമല്ല, തൻ്റെ ചെറുപ്പകാലത്ത് ഒരുപക്ഷെ പോക്സോ ആയിട്ട് അത് മാറുമോ എന്നറിയില്ല, ആ രൂപത്തിലുള്ള പ്രതികരണം വന്നിരിക്കുന്നു. രേവതിയെ സമ്പത്ത് എന്ന നടി പരസ്യ പ്രതികരണത്തിന് തയ്യാറായിരിക്കുന്നു. അപ്പുറത്ത് സംവിധായകൻ രഞ്ജിത്ത്, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ, അദ്ദേഹത്തിനെതിരെ ബംഗാളിൽ നിന്നുള്ള ഒരു നടി 15 വർഷം മുമ്പുണ്ടായ അനുഭവം പറയുന്നു. അനുഭവം പറയുന്നത് ഇവിടെ ഈ ഹേമ കമ്മിറ്റിയും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമൊക്കെ വന്ന പശ്ചാത്തലത്തിലാണ് അവരത് പറഞ്ഞത്. അതല്ലാതെ അവർക്കതുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്ന് പരാതി നൽകാനുള്ള താല്പര്യമുണ്ടായിട്ടല്ല. തനിക്കും ഉണ്ടായിട്ടുണ്ട് അനുഭവം മലയാള സിനിമയിൽ നിന്ന് എന്നാണ് അവർ വെളിപ്പെടുത്തിയത്. അത് ഈ 15 വർഷങ്ങൾക്ക് ഇപ്പുറമാകുമ്പോഴും ഇവിടുത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവർ പറഞ്ഞു എന്നതാണ് വളരെ വിശദമായി തന്നെ അവർ നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ഗൂഢാലോചന വരെ ഇടതുപക്ഷത്തെ ചില മേഖലയിൽ നിന്നെങ്കിലും സംശയിക്കുന്നുണ്ട്. പക്ഷേ വനിതാ കമ്മീഷൻ അടക്കം ഇതിന്മേൽ നടപടി വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. എന്താണ് ഈ പ്രധാനപ്പെട്ട തലപ്പത്തെ 2 പ്രമുഖർക്കെതിരെ വന്നിരിക്കുന്ന ഈ ആരോപണത്തെക്കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത്? പവർ സെന്റർ അല്ലെങ്കിൽ പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നതിൻ്റെ സൂചനകളല്ലേ ഇപ്പോൾ പുറത്തു വരുന്നത്? സ്മൃതി, ഇതിനകത്ത് ഈ പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞാൽ എക്കാലത്തും ഓരോ ലോബികളും ഗ്രൂപ്പുകളും ഉണ്ട്. ഈ രാഷ്ട്രീയത്തിൽ കേൾക്കുന്നവർ സിനിമയിലും ലോബികളുണ്ടായിരുന്നു. പണ്ടൊരു കാലത്തൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് മുന്നേറാൻ പറ്റാതെ വരുമ്പോൾ പലരുമായിട്ട് കൂട്ടിച്ചേർന്ന് പോകും. ഇപ്പോൾ ടീം വർക്ക് എന്ന് പറയും, അതെല്ലാം നല്ലതാണ്. പക്ഷേ ഒരു വിഭാഗം ആൾക്കാരെ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് അവരെ നശിപ്പിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ഒരു പ്രവണതയാണ് ഈ അടുത്ത കാലങ്ങളിൽ കാണുന്നത്. അതായത് ഇതിനകത്ത് ഇന്നിപ്പോൾ ചാൻസ് ചോദിച്ച് സിനിമയിൽ വരുന്നതിൽ എല്ലാ വിഭാഗക്കാരുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. ഞാൻ ഒരു വിഭാഗം ആൾക്കാരെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുകയല്ല. പക്ഷെ എന്ത് പറ്റുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇത് വരുമ്പോഴത്തേക്ക് ഈ ക്രിമിനലുകളെല്ലാം ഇവരുമായിട്ട് ഡയറക്റ്റ്ലി ബന്ധപ്പെടുകയാണ്. വൈകുന്നേരങ്ങളിൽ സിനിമാ സെറ്റുകളിൽ കൂടുന്നു, വലിയ ഉദ്യോഗസ്ഥരുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതൊരു വലിയ കോക്കസായി മാറുകയാണ്. ഇവരെല്ലാവരും കൂടി ചേർന്ന് ഈ ക്രിമിനലിനെയാണ് അവസാനം സഹായിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ തെളിവുകൾ ഇന്നിപ്പോൾ എന്ത് വെച്ചാൽ പണ്ടൊരു കാലത്ത് ധാരാളം സ്ത്രീകളും പെൺകുട്ടികളും ഇതിനകത്ത് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ പുരുഷന്മാരിൽ നിന്ന് മാത്രമല്ല, ഇന്ന് വേട്ടക്കാരികളും വേട്ടക്കാരന്മാരുടെ ഒപ്പമുണ്ട്. അതുകൊണ്ട് ഇന്നൊരു കൂടിക്കുഴഞ്ഞു കിടക്കുന്നൊരവസ്ഥയാണ്. പക്ഷെ ഇന്നത്തെ ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഏറ്റവും ക്ലിയറായിട്ട് വന്നിരിക്കുന്നു. ജനങ്ങളാണെങ്കിൽ സിനിമാ മേഖലയെ വളരെയധികം ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ജനങ്ങൾക്ക് സംശയങ്ങളുണ്ടായിരുന്നു ഈ മേഖലകളിൽ പലതും നടക്കുന്നുണ്ടെന്ന്. ഈ റിപ്പോർട്ട് വന്നപ്പോൾ അത് വളരെ ക്ലിയറായിട്ട് ജനങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു. ഈ മേഖല ഇഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് കൂടി ഈ സംശയങ്ങൾ അകറ്റിക്കൊണ്ട് ഇതിനകത്ത് എത്ര വമ്പന്മാരാണെങ്കിലും അവർക്കെതിരെ അന്വേഷണം കൊണ്ടുവരണം, നടപടി കൊണ്ടുവന്ന് ഈ മേഖലയെ ക്ലിയറാക്കാൻ ഏറ്റവും നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത്. കാരണം സർക്കാർ ഇപ്പോൾ ഇത് ചെയ്തില്ലെങ്കിൽ ഈ ക്രിമിനലുകളുടെ എണ്ണം കൂടും. ഈ നടപടികൾ കൂടിക്കൊണ്ടിരിക്കും. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലോട്ടും ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരു ശിക്ഷാ നടപടി വന്നാൽ മറ്റ് തൊഴിലിടങ്ങളിലും ഇത് ബാധകമാകും. ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പോകുന്നവർ ഒന്നും മടിക്കും, ആലോചിക്കും, കാരണം ശിക്ഷ കിട്ടുമല്ലോ. പക്ഷേ ഇത്തരം ഈ ഒരു റിപ്പോർട്ടുകളിൽ നടപടിയെടുത്ത് കണ്ടിട്ടില്ല. ഇതൊരു നല്ല അവസരമാണ്. ഈ സർക്കാരിന് ഭൂരിപക്ഷമുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട മന്ത്രിയൊക്കെ വളരെ ഇമ്മച്യൂറായിട്ടാണ് പെരുമാറുന്നത്. റിപ്പോർട്ടിൽ മൊഴി നൽകിയിരിക്കുന്നത് കൂടാതെ പരാതി നൽകണം എന്ന് മന്ത്രി ആവശ്യപ്പെടുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ പരസ്യമായ വെളിപ്പെടുത്തലുകളിലേക്ക് ഓരോരുത്തരായി വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നിനു പിറകെ ഒന്നായി വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.